Good morning, all. യൂണിറ്റ് 1 ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ഫാരഡേസ് ലോയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. വെനെവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് എ കണ്ടക്ടർ ദർ induces an electric field. So this is the electromagnetic induction. നമ്മളത് 10ാം ക്ലാസ്സിലും അതേപോലെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ഒരു കാര്യമാണ്. സോ നോക്കൂ, ഇവിടെ ഇതിൻ്റെ ഒരു അനിമേഷൻ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, നമ്മളൊരു മാഗ്നറ്റിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ നമുക്ക് വോൾട്ട് മീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ കാണാം, അല്ലെങ്കിൽ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ കാണാം. തിരിച്ച് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മറ്റൊരു ഡിഫ്ലക്ഷൻ കാണാം. ചുരുക്കത്തിൽ ഈ കോയിലുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിൽ ഒരു ചേഞ്ച് വന്നപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. സോ ഇതാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ മാഗ്നറ്റ് തന്നെ മൂവ് ചെയ്യണം ഇല്ല എന്ന് നമുക്കറിയാം. കോയിൽ മൂവ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇവിടെ രണ്ടും കൂടെ മൂവ് ചെയ്യുകയാണെങ്കിലും ഏതെങ്കിലും ഒന്ന് മൂവ് ചെയ്തിട്ടായാലും കുഴപ്പമില്ല. സോ എനിവേ, നമ്മുടെ കോയിലുമായി ബന്ധപ്പെട്ട കണ്ടക്ടറുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിൽ എപ്പോൾ ചേഞ്ച് വന്നോ അപ്പോൾ അവിടെ ഒരു EMF, ഒരു വോൾട്ടേജ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, സോ വെനെവർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ ലൂപ്പ് ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ് ഇൻ ദ ലൂപ്പ്. That EMF is given by EMF is equal to minus d phi by dt. നിങ്ങൾക്കറിയാം EMF is equivalent to the potential. ഇപ്പോൾ നമ്മുടെ ഒരു സെല്ലിൻ്റെ EMF ഒക്കെ പറയാറുണ്ടല്ലോ അല്ലേ. സെല്ലിൻ്റെ EMF പറയുമ്പോൾ നമുക്കറിയാം സെല്ലിൻ്റെ EMF കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെല്ല് അത് സർക്യൂട്ട് കണക്റ്റ് ആവാത്ത സമയത്ത് അവിടെ മെഷർ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് എന്താണോ അതാണ് സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത്. നമ്മൾ സർക്യൂട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടൊരു ഡ്രോപ്പ് വരുന്നുണ്ട്. അത് കഴിച്ച് വരുന്ന ബാക്കി വോൾട്ടേജ് മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടുകയുള്ളൂ. സോ അങ്ങനെ ലോസ് വരാത്ത അല്ലെങ്കിൽ സർക്യൂട്ട് കണക്ട് ചെയ്യാത്ത സമയത്ത് നമുക്ക് അവിടെ കിട്ടുന്ന EMF ആണ് സെല്ലിൻ്റെ EMF. അതേപോലെ മറ്റ് പല ഡെഫിനിഷൻസും നമ്മൾ EMFന് കൊടുക്കാറുണ്ട്. ഓക്കെ, സോ എനിവേ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച് നമ്മുടെ കണ്ടക്ടറുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുമ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. സോ ഫാരഡേ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനാമോയുടെയും അതായത് ജനറേറ്ററിൻ്റെയൊക്കെ ബേസിക് പ്രിൻസിപ്പിൾ എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. നമ്മുടെ ഈ ഇക്വേഷന് EMFനെ നമുക്ക് ഇങ്ങനെ എഴുതാം. EMF ഈസ് E.dl. ദിസ് ഈസ് ആക്ച്വലി ദ വർക്ക് ഈസ് ആക്ച്വലി F.dA ഓർ F.dl. ഇവിടെ E എന്ന് പറയുമ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജാണ് നമ്മൾ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ E.dl ഈസ് വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അക്രോസ് എ ലൂപ്പ്, ദാറ്റ് ഈസ് ദ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.dl. E.dl ഈസ് ദ വർക്ക് actually work done in moving a unit positive charge, that is a test charge, in a closed loop, that is represented by this closed loop. Okay, so this is equal to, this EMF is equal to minus d phi by dt, where this phi is equal to, this phi is the magnetic flux which is equal to B.dA, which is equal to B.dA. സോ നമുക്ക് നമ്മുടെ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടൈമിനനുസരിച്ച് മാത്രം വരുന്ന ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ആക്കിയിട്ട് മാറ്റി എഴുതുന്നു. ദാറ്റ് ഈസ് മൈനസ് ഡോ ബി ബൈ ഡോ ടി. സോ നമ്മളിവിടെ ഈ ഫൈക്ക് പകരം
ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എ റീപ്ലേസ് ചെയ്യുന്നു. സോ നമ്മുടെ ആർ എച്ച് എസ് ഇങ്ങനെയായിട്ട് മാറും, മൈനസ് ഡോ ബി ബൈ ഡോ ടി ഡോട്ട് ഡി എ, വേർ ദിസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എ ഈസ് ദിസ് 5. സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇനി സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാം. നമ്മുടെ ഈ കേസിൽ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാം. നമുക്കറിയാം സ്റ്റോക്സ് തിയറം എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ വെക്റ്റർ ഡോട്ട് ഡി എൽ, ഇവിടെ ഇ ഡോട്ട് ഡി എൽ, ദിസ് ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് ഇ ഡോട്ട് ഡി എ. അങ്ങനെ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രലിനെ നമുക്ക് ഓപ്പൺ സർഫസ് ഇൻ്റഗ്രലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററുകളിലൊക്കെ ആയിട്ട് മാത്തമാറ്റിക്സിലും ഫിസിക്സിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ സ്റ്റോക്സ് തിയറം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ എൽ എച്ച് എസിനെ റീപ്ലേസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം നോക്കൂ, ഇ ഡോട്ട് ഡി എല്ലിനെ ഇങ്ങനെ എഴുതാം അല്ലേ, ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് ഇ ഡോട്ട് ഡി എ എന്ന് എഴുതാമല്ലോ. സോ ദിസ് ഈക്വൽ ടു ആർ എച്ച് എസ് ഈക്വൽ ടു ദിസ് വൺ. സോ ഡ്രോപ്പിംഗ് ദിസ് ഇൻ്റഗ്രൽ ആൻഡ് ഡോട്ട് ഡി എ നമുക്ക് ഇതിനെ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം, ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. സോ നമ്മൾ ഇതിൻ്റെ എൽ എച്ച് എസിനെ സ്റ്റോക്സ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ റീപ്ലേസ് ചെയ്തു. ആർ എച്ച് എസ് ഓൾറെഡി ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. രണ്ടിലെയും ഓപ്പൺ ഇൻ്റഗ്രലിനെയും ഡോട്ട് ഡി എയും നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് എഴുതാം. സോ ദിസ് ഈസ് ദി ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫാരഡേസ് ലോ. ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫാരഡേസ് ലോ, ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇൻ്റഗ്രൽ ഫോം ഓഫ് ഫാരഡേസ് ലോ എന്ന് പറയാം. ഓക്കെ, സോ ദിസ് ഈസ് ദി ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫാരഡേസ് ലോ. നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം നോക്കാം. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. എ ലോങ് സിലിണ്ട്രിക്കൽ മാഗ്നറ്റ് ഓഫ് ലെങ്ത് എൽ, സോ ദിസ് ഈസ് ദി മാഗ്നറ്റ് ഓഫ് ലെങ്ത് എൽ ആൻഡ് റേഡിയസ് എ carries a uniform magnetization M parallel to its axis. അപ്പോൾ ഇതാണ് നമ്മുടെ മാഗ്നറ്റ്. ഈ മാഗ്നറ്റിനൊരു യൂണിഫോം മാഗ്നറ്റൈസേഷൻ ഉണ്ട്, എല്ലാ ഭാഗത്തും ഒരേപോലുള്ളൊരു മാഗ്നറ്റൈസേഷൻ ഉണ്ട്. Then it passes at constant velocity v through a circular wire of slightly larger diameter. മീൻസ് ഇതിനേക്കാളും ഇത്തിരി വണ്ണം കൂടിയ ഒരു ലൂപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഇതിനെ മൂവ് ചെയ്യുന്നു. ദെൻ ഗ്രാഫ് ദി ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ റിംഗ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ആണ് നമുക്ക് ഗ്രാഫ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലക്സിനെ നമ്മൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ, ടൈമിനനുസരിച്ച് ഈ ലൂപ്പിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സിനെ നമ്മൾ ഗ്രാഫ് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെയായിരിക്കും അല്ലേ. ആദ്യം ഇതിൻ്റെ അത് ജസ്റ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആദ്യം ഇൻക്രീസ് ചെയ്ത് വരുന്നു. പിന്നെ ഇത് പാസ് ചെയ്യുന്നത് വരെ അത് മാഗ്നറ്റൈസേഷൻ, അതായത് ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. പിന്നെ ഫ്ലക്സ് ഇങ്ങനെ കുറഞ്ഞു പോകുന്നു. അതായത് ലൂപ്പിലൂടെ ഇത് പാസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇതിൻ്റെ ഫ്ലക്സ് ഇവിടെ കുറഞ്ഞു വരുന്നു. ഓക്കെ, അപ്പോൾ ടൈമിനനുസരിച്ചുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ, ഗ്രാഫ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇ എം എഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മനസ്സിലാക്കി, ഇ എം എഫ് എന്ന് പറയുമ്പോൾ ഫ്ലക്സിൽ ചേഞ്ച് വരുമ്പോഴാണ് ഇ എം എഫ് വരുന്നത്. അപ്പോൾ എപ്പോഴാണ് ചേഞ്ച് വരുന്നത്, ഒന്ന് സ്റ്റാർട്ടിങ് പോയിന്റിലാണ്, ജസ്റ്റ് ഇത് എൻ്റർ ചെയ്യുന്ന സമയത്താണ് ആദ്യത്തെ ചേഞ്ച് വരുന്നത്. പിന്നെ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഫ്ലക്സ് വേരി ചെയ്യുന്നത് ജസ്റ്റ് ഇതിങ്ങനെ പാസ് ചെയ്ത് മുഴുവനായിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്താണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ജസ്റ്റ് എൻ്റർ ചെയ്യുന്ന ഈ മൊമെൻറ്റിലും അതേപോലെ ജസ്റ്റ് മുഴുവനായിട്ട് പുറത്തേക്ക് പോകുന്ന മൊമെൻറ്റിലുമായിരിക്കും നമുക്ക് ഇ എം എഫ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇ എം എഫ് ഇങ്ങനെയുമായിട്ടായിരിക്കും കിട്ടുന്നത്. എന്തായാലും രണ്ടിൻ്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കുമല്ലോ കിട്ടുന്നത് അല്ലേ. ഈ ഭാഗത്ത് എൻ്റർ ചെയ്യുകയാണ്, മീൻസ് ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഈ മൊമെൻറ്റിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അറൈസ് ചെയ്യുന്ന ഇ എം എഫും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. സോ ഈ ഡയറക്ഷനെ കാണിക്കുന്ന ഒരു ലോ തന്നെയുണ്ട്. ആ ലോ എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ലെൻസസ് ലോ. ലെൻസസ് ലോ ഡിസ്ക്രൈബ്സ് ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. നമുക്കറിയാം, നമ്മളവിടെ കണ്ടു, ഈ ദിസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി ടി. ഈ നെഗറ്റീവ് സൈനാണ് നമ്മുടെ ഫാരഡേസ് ലോയിൽ നെഗറ്റീവ് സൈൻ റെപ്രസെൻറ്റ്സ് ദി ലെൻസസ് ലോ. സോ ആ നെഗറ്റീവ് സൈൻ എന്താണ് മീൻ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വിൽ ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ കോസ് ഓഫ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്.
എല്ലായ്പ്പോഴും നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സിനെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിനെ കോസ് ഓഫ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ലെൻസസ് ലോ പറയുന്നത്. സോ ദിസ് ഈസ് ദ ലെൻസസ് ലോ. ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് will be in such a way that it opposes the cause of change in magnetic flux. ഓക്കെ, അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് അറൈസ് ചെയ്യുന്നത്. നമുക്ക് അതിനെ മറ്റൊരു രീതിയിൽ പറയാം, ലിറ്ററലി പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: നാച്ചർ അബോയ്സ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ്. ദാറ്റ് മീൻസ് നാച്ചർ ഹെയ്റ്റ്സ്, നാച്ചർ വെറുക്കുന്നു അല്ലേ, ചേഞ്ച് ഇൻ ഫ്ലക്സിനെ വെറുക്കുന്നു. നാച്ചറിന് എപ്പോഴും ഫ്ലക്സ് സ്ഥിരമായിട്ട് നിൽക്കുകയാണ് വേണം. എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ ആ ചേഞ്ചിനെ നള്ളിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇ എം എഫ് ആയിരിക്കും അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ലെൻസസ് ലോ പറയുന്നത്. നമ്മുടെ ഇക്വേഷൻസിൽ ഈ നെഗറ്റീവ് സൈൻ ആണ് ലെൻസസ് ലോയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ഡിസ്ക്രൈബ് ചെയ്തതുപോലെ എന്താണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫാരഡേസ് ലോ, ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ഫിസിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നോക്കാം. നോക്കൂ, നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ലോ ഉണ്ട് അല്ലേ. ഡെൽ ക്രോസ് ബി is equal to mu 0 j in magnetostatics. ബട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ചിരുന്നത് ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു 0 എന്നായിരുന്നു. ഇലക്ട്രോഡൈനാമിക്സിലാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് കിട്ടിയത്. മീൻസ് നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇത്തരം ഇക്വേഷൻസിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ സോഴ്സിനെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അതിൻ്റെ റിസൾട്ടിനെയുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഇക്വേഷനിൽ ആംബിയേഴ്സ് ലോയിൽ mu 0 j or j, this current density produces this kind of magnetic field, this kind of solenoidal magnetic field or curly നാച്ചുറലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മുടെ ഈ കറണ്ട് ഡെൻസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം നോക്കൂ, ഇതിന് ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ദിസ് മൈനസ് ഡോ ബി ബൈ ഡോ ടി പ്രൊഡ്യൂസേഴ്സ് ഓർ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസേഴ്സ് കേർലി നാച്ചുറലുള്ള സോളിനോയിഡലായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിനെ ഈ മൈനസ് ഡോ ബി ബൈ ഡോ ടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഫീൽഡ് ഉണ്ട് എന്നർത്ഥം. നേരത്തെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ ചാർജസ് പ്രൊഡ്യൂസേഴ്സ് ഡൈവേർജിങ് ഇലക്ട്രിക് ഫീൽഡ്. ഡൈവേർജിങ് നാച്ചുറലുള്ള ഇലക്ട്രിക് ഫീൽഡിനെയാണ് സ്റ്റാറ്റിക് ചാർജുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം ഈ ഫീൽഡ് ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയപ്പെടുന്നത് കേർലി നാച്ചുറലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. അതിങ്ങനെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന സോഴ്സ് വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് ഫാരഡേസ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് മീൻസ് ദിസ് ഇ are determined by this minus dou b by dou t in exactly the same way as magnetostatic fields, means this b are determined by this mu 0 j. Okay, ഇനി നമുക്കിതിൻ്റെ ഇൻ്റഗ്രൽ ഫോമുകൾ ഇതുപോലെ കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആംബിയേഴ്സ് ലോയുടെ ഇൻ്റഗ്രൽ ഫോം നമുക്കറിയാം അല്ലേ. അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻഷ്യൽ ഫോം കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ യൂസ് ചെയ്ത സെയിം സ്റ്റോക്സ് തിയറം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഇതുപോലെ ഇൻ്റഗ്രൽ ഫോമിലേക്ക് മാറ്റി എഴുതാം. സോ നമുക്ക് എന്ത് കിട്ടും, integral closed integral very important closed integral b dot dl is equal to mu 0 I enclosed means this I enclosed ഈ ക്ലോസ് ചെയ്യുന്ന ഈ ആംബീരിയൻ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന കറൻ്റാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് ഈക്വലൻ്റ് ആയിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കൂ, ക്ലോസ്ഡ് ഇ ഡോട്ട് ഡി എൽ ക്ലോസ്ഡ് ഇ ഡോട്ട് ഡി എൽ മൈനസ് ഡി ഫൈ ബൈ ഡി ടി മീൻസ് നമ്മളിവിടെ എടുക്കുന്ന ഈ ക്ലോസ്ഡ് ലൂപ്പുമായി കണക്റ്റ് ചെയ്തിട്ടുള്ള മൈനസ് ഡി ഫൈ ബൈ ഡി ടി ആണ് ഈ ഇയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഈ ലൂപ്പുമായി ക്ലോസ്ഡ് ലൂപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ് നമ്മുടെ ഇ ഡോട്ട് ഡി എൽ
അല്ലെങ്കിൽ ഇ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റൊരു ടേംസിൽ പറയുകയാണെങ്കിൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ദാറ്റ് ഈസ് ദിസ് ഡി ഫൈ ബൈ ഡി ടി ത്രൂ ദിസ് ആംബീഡിയൻ ലൂപ്പ് മീൻസ് ഈ എൻക്ലോസ്ഡ് ലൂപ്പ് പ്ലേസ് ദ റോൾ ഫോർമർലി അസൈൻ ടു മ്യൂ ഐ എൻക്ലോസ്ഡ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ മ്യൂ ഐ എൻക്ലോസ്ഡ് എങ്ങനെയാണോ ഈ ക്ലോസ്ഡ് ലൂപ്പിൽ ബി ഇൻഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ഡി ഫൈ ബൈ ഡി ടി ഈ ക്ലോസ്ഡ് ലൂപ്പിൻ്റെ ഉള്ളിൽ ഇ ഇൻഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ഇതൊരു അസൈൻമെൻറ്റ് പ്രോബ്ലമാണ്. നിങ്ങൾ ക്ലാസ് റൂമിൽ ഇതിൻ്റെ സൊല്യൂഷൻ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇഫ് യു വിൻഡ് എ സോളിനോയിഡൽ കോയിൽ around an iron core where the iron core is there to beef up the magnetic field, means place a metal ring on top and plug it in. The ring will jump several feet in the air. Why? So this is the question. നമ്മളിവിടെ ഒരു സോഴ്സ് മുഖേന ഒരു സോളിനോയിഡിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മുകളിൽ ഒരു റിങ് വെക്കുമ്പോൾ ഈ റിങ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക, ഈ റിങ് വിൽ ജമ്പ് സെവറൽ ഫീറ്റ് ഇൻ ദ എയർ. സഡനായിട്ട് ഇത് ജമ്പ് ചെയ്യുന്നു. വൈ? സോ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. യു ക്യാൻ അസ്യൂം ദ സൊല്യൂഷൻ, യു ക്യാൻ ഡിസ്കസ് ആൻഡ് അപ്ലോഡ്. ഓക്കെ, so visit the Google Classroom. Thank you.